to Z. ഫസ്റ്റ് വീഡിയോന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങാൻ എനിക്കത് വലിയൊരു എനർജി ബൂസ്റ്ററാണ്. എൻ്റെ ഗാർഡനെ കുറിച്ച് നല്ല നല്ല സജഷൻ വന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഞാൻ ചെയ്യേണ്ട വീഡിയോനെ കുറിച്ചൊക്കെ എനിക്ക് അതിൽ സജഷൻ കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ നിങ്ങളോട് ആദ്യം നന്ദി പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗാർഡനിങ് ഈസ് എൻ ആർട്ട്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഗാർഡൻ അപ്ഡേറ്റ് ചെയ്യണം, മേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ അതിനൊന്നും നമ്മൾ വലിയ പൈസ ചിലവൊന്നുമില്ല. വളരെ ചെറിയ തുകയിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഗാർഡൻ നമ്മൾ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് വളരെ 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 മനോഹരമാക്കാം. അതിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ് ഞാൻ ഇന്ന് മോഹൻലാൽ സൈക്കോസിന്റെ വിവിധ മേഖലകളിലൂടെ കടന്നുപോയെന്ന് പറയുന്നില്ലേ, അതേപോലെ ഞാനും എൻ്റെ ഗാർഡനോസിന്റെ വിവിധ മേഖലകളിലൂടെ അലഞ്ഞു തിരിയാറുണ്ട്. പല പല കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്താൻ. അങ്ങനെ നമുക്ക് നകുലന് ലാസ്റ്റ് കിട്ടിയത് നല്ല ഓജസ്സും തേജസ്സുമുള്ള ഒരു ഗംഗയാണ് അല്ലേ, അല്ലാണ്ട് പണം കൊടുത്ത് വാങ്ങിയ ഒരു ഗംഗയല്ല കിട്ടിയത്. അതേപോലെ ഞാനും എൻ്റെ പുതിയ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എങ്ങനെ ഒരു ഓജസ്സും തേജസ്സുമുള്ള ഗംഗയെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് റോക്ക് ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ജില്ലി വേണം. വലിയ ജില്ലി എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിന്നൊന്നും വരില്ല. അപ്പം നമുക്ക് പറമ്പിലുള്ള ചെറിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ, നല്ല മനോഹരമായ ഷേപ്പുള്ള കഷ്ണങ്ങളെല്ലാം ഇഷ്ടം പോലെ വേസ്റ്റായിട്ട് പറമ്പിലങ്ങനെ ചെതറി കിടക്കുന്നുണ്ടാവും. അതെടുക്കാം. എന്നിട്ട് അതിന് വേണ്ടിക്കൽ നല്ല പെയിൻ്റ് അടിച്ചു കൊടുക്കുക, വാർണിഷ് അടിച്ചു കൊടുക്കുക, പോളിഷ് അടിച്ചു കൊടുക്കുക. അതെല്ലാം ഓരോരാളെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ഈ ജില്ലി, വലിയ സൈസുള്ള ഈ ജില്ലി എൻ്റെ വീട്ടിലുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നല്ല ഈ പെയിൻറ്റ് ഇപ്പം അടുത്തേന് നമുക്ക് വൈറ്റ് വാഷ് ചെയ്തതിന്. അപ്പോൾ ഇത് കുറച്ച് തറക്കടിച്ച പെയിൻറ്റ് ബാക്കിയുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ പെയിൻറ്റാണ് ഇതിന് ഓരോ ജില്ലിക്കായിട്ട് അടിച്ചു കൊടുക്കണേ, എന്നെങ്കിലേ അതിന് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ വീട്ടിൽ ലോണെല്ലാം സെറ്റ് ചെയ്യുമ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ലോണിന് ഭയങ്കരമായിട്ട് സ്റ്റൈൽ കൊടുക്കുന്നത് നമ്മൾ പെബിൾസാണ്. പെബിൾസ് പല കളറിലുണ്ട്. അപ്പം ആ പെബിൾസിനാണെങ്കിലോ ഒടുക്കത്തെ പൈസയാണ്. 1 ഗ്രാമിന് ഇത്ര പൈസയാണ്. അപ്പോൾ അതൊന്നും മുതലാവില്ല. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തന്നെ ഞാൻ കുറേ ചിന്തിച്ച് എന്താണ് നമുക്ക് പെബിൾസ് ആക്കാൻ പറ്റുമോ. അപ്പോൾ നോക്കുമ്പോൾ മുറ്റത്ത് അതാ ചെതറിക്കിടക്കുന്ന കുറേ ജില്ലി. ജില്ലി ഇല്ലാത്തവർക്ക് ചരലെടുക്കാം കേട്ടോ. ഉണ്ട ചരൽ. അങ്ങനെ ആ ചരലെടുത്തിട്ട് പിന്നെ ഓരോ ജില്ലിക്കും പെയിൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊന്നും ഉണ്ടാക്കൂല. ഒരു 5 കൊല്ലം കഴിയും ഇതുണ്ടാക്കാൻ. അപ്പം ഞാൻ പിന്നെയും ആലോചിച്ചാലും അതാ ഒരു ബൾബ് മനസ്സിലൊരു ലഡു പൊട്ടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലത്തെ ഒരു പാത്രത്തിലെടുത്തിട്ട് ഇങ്ങനെ കറക്കി, നമ്മളെ വാർപ്പ് മെഷീനിൽ ജില്ലിയെല്ലാം കുഴക്കുന്ന പോലെ. അപ്പോൾ ഈസി ആയിട്ട് അതിനെല്ലാത്തിനും പെരണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ചൊരു ടച്ച് ചെയ്ത് കൊടുക്കണം, അത്രേ ചെയ്യാനുള്ളൂ. കണ്ട എന്നാ സ്റ്റൈലുള്ള പെബിൾസ് ആയിട്ടുള്ളത്. ഇതിന് നമ്മൾ ഞാനിപ്പോൾ വൈറ്റ് പെയിൻ്റ് അടിച്ച പോലെ നിങ്ങൾക്ക് പല കളറിലെല്ലാം കൊടുക്കാം. അതെല്ലാം നിങ്ങളെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ഇത് മഴയത്ത് വെച്ചാലും അങ്ങനെ അത്ര വേഗമൊന്നും പോകുന്നില്ല. മഴയത്തെല്ലാം വെച്ച് നോക്കി. നമ്മൾ പിന്നെ അടിച്ച പെയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൻ്റെ പ്രൈമർ അടിക്കൂലേ, വൈറ്റ് വാഷ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നിൽ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ് ഉപയോഗിക്കാം, ഏത് കളർ ഉപയോഗിക്കുക, അതെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് റോക്ക് ഗാർഡൻ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് നമുക്ക് ആദ്യം കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എടുക്കാം. ഇൻഡോർ പ്ലാന്റ്സ് എടുക്കാൻ കാരണം ഇത് വീടിൻ്റെ അകത്തും സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഏത് പ്ലാന്റും എടുക്കാം. അപ്പോൾ ആ പ്ലാന്റ് എടുത്തിട്ട് ഇതേപോലെ 1, 2 എടുക്കുക, കൂടുതലെടുക്കുക, കുറച്ചെടുക്കുക, അതെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം ഞാനിവിടെ ഇത്രയും പ്ലാന്റ്സാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളെ വലിയ ജില്ലിക്കുട്ടനില്ലേ, അതിനെ നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിൽ എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് അതേപോലെ നല്ല നീറ്റാക്കിയിട്ട് ഓരോരോ നമ്മളെ ഭാവനക്കനുസരിച്ച് നമുക്ക് നിരത്താം.
നമ്മളെ റോക്ക് ഗാർഡനെ കൂടുതൽ മനോഹരമാക്കണ്ടെങ്കിൽ അവിടെ എന്ത് തന്നെയാലും ഒരു നദി വേണം, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം വേണം. അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടാർപോളിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളടുത്ത് ടാർപോളിനില്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ കളറിലുള്ള ബ്ലൂ കളറിലുള്ള ഏതെങ്കിലും പഴയ വീട്ടിൽ ഉപയോഗിക്കാത്ത ക്ലോത്ത് എടുക്കുക. തുണിയാണെങ്കിൽ പുറത്ത് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ മഴക്കാലത്ത് കുറച്ച് പ്രശ്നം ഉണ്ടാവും, അകത്ത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയ പീസുള്ള അതും കൂടി എടുത്തിട്ട് നല്ല നിങ്ങളെ ഭാവനക്കനുസരിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളച്ചാട്ടം വന്നു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു താഴ്വര ഉണ്ടാവും, ഒരു പച്ചപ്പ് വേണം. പച്ചപ്പാണല്ലോ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളെ റോക്ക് ഗാർഡനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡോർമാറ്റ്. എല്ലാവരുടെ വീട്ടിലും ഇതിൻ്റെ പീസ് ഒരു ഡോർമാറ്റ് ഉണ്ടാവും. ഗ്രീൻ ഡോർമാറ്റാണ് നല്ലത്. ഗ്രീൻ ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്രീൻ പെയിൻ്റ് അടിച്ചു കൊടുത്തേ നിങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് പൂഴിക്കെല്ലാം കളർ കൊടുത്തെല്ലാം വെക്കാം. ഇപ്പം ഞാൻ ഈ ഡോർമാറ്റാണ് എൻ്റെ ഗ്രീനറി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മളെ സ്വന്തം കണ്ടുപിടുത്തമായ പെബിൾസ്, ആ പെബിൾസിനെ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ വിതറി നല്ല അടിപൊളിയായി ഇങ്ങനെ വിതറി നോക്കുക. എന്നാൽ സ്റ്റൈലല്ല, ഇപ്പം തന്നെ ഒരു റോക്ക് ഗാർഡൻ ആയി, നമുക്ക് പിന്നെ പൈസക്കായി ഇപ്പം തന്നെ. പെണ്ണായാൽ പൊന്നു വേണം, പണ്ടാരോ പറഞ്ഞ പോലെ കുളം ഉണ്ടെങ്കിൽ താറാവുണ്ടാവും, അല്ലെങ്കിൽ കൊച്ചി ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പം താറാവുള്ളത്, ഇതും നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അതിനെയും കൂടി ഒന്ന് വെച്ചാൽ നല്ല ആ താറാവ് അങ്ങനെ ഒഴുകി കളിക്കട്ട്. നമ്മൾ റോക്ക് ഗാർഡനായാലും എന്തായാലും കീടങ്ങളുണ്ടാവും. കീടങ്ങൾ ലേഡി ബഗ് നമ്മൾ ഗാർഡന് കൂടുതൽ മനോഹരമാക്കുന്ന, ആർട്ടിഫിഷ്യൽ ഗാർഡനെ കൂടുതൽ മനോഹരമാക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലേഡി ബഗ്ഗിനെ ഇവിടെ വെക്കാൻ നോക്കുന്നുണ്ട്. ലേഡി ബഗ്ഗും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പല വിധത്തിൽ പല വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഇത് നല്ല അടിപൊളിയായി സെറ്റ് ചെയ്താൽ ഇതാ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കായിട്ടുണ്ട്. മണിച്ചിത്രത്താഴിലെ ശോഭനേൻ്റെ ലാസ്റ്റത്തെ പിന്നീടുള്ള ജീവിതം കാണണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, വേറെ മോഡലിൽ വരാന്തയിൽ വെച്ചതാണ്. അപ്പോൾ ഇത് വേറൊരു ഗംഗയാണ്. അപ്പോൾ ഇത് എങ്ങനെ വേണ്ടിക്കലും നമുക്ക് സെറ്റ് ചെയ്യാം, എവിടെ വേണ്ടിക്കലും സെറ്റ് ചെയ്യാം. അതാണ് ഈ ഗാർഡൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സ്റ്റെയർ കേസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മളെ ഡ്രോയിങ് റൂമിലെല്ലാം വെക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റെല്ലാം കൊടുത്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ അടിപൊളി ഒരു റോക്ക് ഗാർഡൻ ആയില്ലേ? ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും ഗാർഡൻ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് അവതരിപ്പിച്ചത് റോക്ക് ഗാർഡനാണ്. എല്ലാവരും കുറഞ്ഞ ചെലവിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ അത് പല നിങ്ങളെ ഭാവനക്കനുസരിച്ച് നിങ്ങൾക്കത് മാറ്റിയും മറിച്ചും ഒക്കെ വെക്കാം. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല, ഏത് പ്ലാന്റ്സും വെക്കാം. ഞാൻ അകത്തും വെക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ടാണ് ഇൻഡോർ പ്ലാന്റ്സ് കൂടുതൽ എടുത്തു പറയാൻ കാരണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മുഴുവൻ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം, എന്നാലേ ഓൾ എന്ന ഇത് വരികയുള്ളൂ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.